തിയഡോർ ഡബ്ല്യു അഡോർണോ കൾച്ചർ ഇൻഡസ്ട്രി റീകൺസിഡർ. നമുക്ക് 98 തൊട്ട് 107 വരെയുള്ള പേജസ് ആണ് നമ്മൾ നോക്കേണ്ടത്. സോ ഈ ഒരു കൾച്ചർ ഇൻഡസ്ട്രി റീകൺസിഡർഡ് എന്നുള്ള എസ്സേ കൾച്ചർ ഇൻഡസ്ട്രി സെലക്ടഡ് എസ്സേസ് ഓൺ മാസ് കൾച്ചറിന് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, so it is written as a revision and clarification of the ideas first proposed by Adorno and Max Horkheimer in Dialectic of Enlightenment 1944. Okay, അപ്പോൾ ഈ ഒരു എസ്സേയിൽ നമുക്ക് കൾച്ചർ ഇൻഡസ്ട്രിയുടെ ഐഡിയാസ് പുട്ട് ഫോർവേഡ് ചെയ്യുന്ന ആരാണ്? അഡോർണോ, ഓഫ് കോഴ്സ്. സോ അതിൻ്റെ ഒരു റിവിഷൻ ആൻഡ് ക്ലാരിഫിക്കേഷൻ ആണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. സോ ഇതിന് മുമ്പേ തന്നെ അഡോർണോയും മാക്സ് ഹോർക്കിമറും കൂടി ഡയലക്റ്റിക് ഓഫ് എൻലൈറ്റൻമെൻറ്റ് എന്ന ബുക്കിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. 1944 ആ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സോ ഡയലക്റ്റിക് ഓഫ് എൻലൈറ്റൻമെൻറ്റ് ഓർത്ത് വെക്കുക, റിലേറ്റഡ് ടു കൾച്ചർ ഇൻഡസ്ട്രി. So Adorno responds to misunderstandings of the term culture industry. Culture industry എന്നുള്ള ടേമിന് റിലേറ്റഡ് ആയിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സിനെ കുറിച്ചാണ് പറയുന്നത്. So the essay refines his critique of mass culture and capitalist media production. So ഇതിൻ്റെ ഒരു മെയിൻ ഐഡിയ എന്താണ്? അഡോർണോ ആർഗ്യൂസ് ദാറ്റ് മാസ് പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള കൾച്ചർ, അതായത് ഫിലിം, റേഡിയോ, ടെലിവിഷൻ, പോപ്പുലർ മ്യൂസിക്, ഇതൊക്കെ ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഹാസ് ബിക്കം ആൻ ഇൻഡസ്ട്രി ഡിസൈൻഡ് ടു മാനിപ്പുലേറ്റ്, ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാനും അവരെ പാസിഫൈ ചെയ്യാനും, അതായത് അവരെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുക, അവർ ആക്റ്റീവ് ആവരുത്, അവർ തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല, നമ്മളുടെ ഇതനുസരിച്ച് അതിനനുസരിച്ച് അവർ നീങ്ങണം. ടു പാസിഫൈ ദ മാസസ്, ടേണിങ് ആർട്ട് ഇൻ ടു എ കമ്മോഡിറ്റി, ആർട്ടിനെ കമ്മോഡിഫൈ ചെയ്യുന്നു. ആൻഡ് ദ കൺസ്യൂമേഴ്സ് ടേൺ ഇൻ ടു പാസീവ് റിസീവേഴ്സ്. സോ ഇതിൻ്റെ കീ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് culture industry, not mass culture. So Adorno insists in the term culture industry ആണ്, മാസ് കൾച്ചർ അല്ല, ജനങ്ങളിൽ നിന്ന് വരുന്നതല്ല, ജനങ്ങളിലേക്ക് ഫോഴ്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. മാസ് കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് സജസ്റ്റ് സംതിങ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പീപ്പിൾ, ജനങ്ങൾ ഉണ്ടാക്കുന്നതാണ്, ഫ്രം ദ ബിലോ ടു ദ ടോപ്പ് എന്നുള്ളതാണ്. പക്ഷേ കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് പോയിന്റിങ് ടു സംതിങ് ഇമ്പോസ്ഡ് ഓൺ ദ മാസസ്, ഫ്രം ദ അബവ്, മുകളിൽ നിന്നുള്ള ആൾക്കാർ, ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റംസ് ആൻഡ് കോർപ്പറേഷൻസ് ആണ് ജനങ്ങളിലേക്ക് വിട്ടു കൊടുക്കുന്നത്. സോ ഇറ്റ്സ് ഇൻഡസ്ട്രി, കൾച്ചർ ഇൻഡസ്ട്രി ആണ്. ഇറ്റ്സ് നോട്ട് സ്പോണ്ടേനിയസ്, പെട്ടെന്ന് ഒരു ഇതിൽ നടക്കുന്നതല്ല, അത് വളരെ പ്രീ പ്ലാൻഡ് ആയിട്ട് മാനുഫാക്ചർ ചെയ്ത് വിത്ത് ഗോൾസ്, പ്രോഫിറ്റ് കൺട്രോൾ, ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്യുന്നതാണ്. പിന്നുള്ള അടുത്തൊരു ആർഗ്യുമെന്റ് ആണ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സ്യൂഡോ ഇൻഡിവിജ്വലൈസേഷൻ. സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ കൾച്ചറും, ഓൾ കൾച്ചർ പ്രോഡക്ട്സ് ഫോളോ ദ സെയിം ഫോർമുല ഓർ പാറ്റേൺ ആണ്. നമുക്ക് തോന്നും ഓരോന്നും ഡിഫറെൻ്റ് ആണെന്ന്, പക്ഷെ അങ്ങനല്ല, എല്ലാം ഒരേ പാറ്റേൺ കാര്യങ്ങളൊക്കെ തന്നെയാണ്. മറിച്ചും തിരിച്ചും ഒരു പ്രഡിക്റ്റബിൾ ഫിലിം പ്ലോട്ട്സ് ആയിരിക്കും, പോപ്പ് സോങ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സീരിയൽസ് ആണ് അല്ലേ. സീരിയൽസ് ഏകദേശം എല്ലാം ഒരേ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈയിടെ ഇറങ്ങുന്ന കുറേ സീരിയൽസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ പക്ഷെ എല്ലാത്തിൻ്റെയും ചില അവിടെ എവിടെയും ഓരോ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നല്ലാതെ അതിൻ്റെ ഒരു മെയിൻ ത്രെഡ്, അല്ലെങ്കിൽ മിക്കവാറും സീരിയൽസുകളും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ കുറേയൊക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഫിലിമിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ. പിന്നെ സ്യൂഡോ ഇൻഡിവിജ്വലൈസേഷൻ. Despite minor differences, products are essentially the same but give the illusion of uniqueness. അതായത് നമുക്ക് ഇൻഡിവിജ്വലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്രത്യേകത, ഒരു ഇൻഡിവിജ്വൽ. പക്ഷേ അത് സ്യൂഡോ ആണ്, അതായത് ഒരു ഫാൾസ് സംഭവമാണ്. നമുക്ക് ചെറിയ ചെറിയ ഡിഫറൻസസ് ഉണ്ടെന്നുള്ളതല്ലാതെ ഈ പ്രോഡക്റ്റ് എല്ലാം ഒന്ന് തന്നെയാണ്, സെയിം ആണ്. നമ്മളിലേക്ക് ഒരു ഇല്യൂഷൻ ഉണ്ടാക്കുകയാണ് ഇത് ഓരോന്നും യുണീക്ക് ആണെന്നുള്ളത്. സോ അതാണ് സ്യൂഡോ ഇൻഡിവിജ്വലൈസേഷൻ. ആ ടേം ഓർത്ത് വെക്കുക. ഫോർ എക്സാമ്പിൾ, പോപ്പ് സോങ്സിനൊക്കെ ഡിഫറെൻറ്റ് ലിറിക്സ് ആയിരിക്കും, പക്ഷേ ഇതിനെല്ലാം ഒരു ഐഡൻറ്റിക്കൽ മ്യൂസിക്കൽ സ്ട്രക്ചേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ എന്താ അതിൻ്റെ റിസൾട്ട്? ഓഡിയൻസ് ബിലീവ് they are making choices, but in reality they are consuming predetermined patterns. അപ്പോൾ ഓഡിയൻസ് വിചാരിക്കുന്ന അവരവരുടെ സ്വന്തം ഇഷ്ടത്തിന് ഓരോന്ന് കാണുന്നു, അവർ ആണ് സെലക്ട് ചെയ്യുന്നതെന്നാണ്. പക്ഷേ അതിൻ്റെ റിയാലിറ്റി എന്താണ്? ഇതെല്ലാം ഒരേ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്, പ്രീ ഡിറ്റർമിൻഡ് പാറ്റേൺസ് ആണ്. അടുത്തത് കൾച്ചർ ഇൻഡസ്ട്രി ആസ് സോഷ്യൽ കൺട്രോൾ. ഇൻഡസ്ട്രി serves capitalist ideology by keeping individuals conformist and uncritical.
അപ്പോൾ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല, നമുക്ക് ക്രിട്ടിക്കൽ ആവാൻ പറ്റില്ല. വി ആർ കൺഫോമിസ്റ്റ് ആൻഡ് അൺക്രിട്ടിക്കൽ. എന്താണോ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അത് നമ്മൾ കാണുകയാണ്. വിതൗട്ട് എനി ക്രിട്ടിക്കൽ തിങ്കിങ് നമ്മളത് സ്വീകരിക്കുകയാണ്. അപ്പോൾ അതാണ് ഒരു ക്യാപിറ്റലിസ്റ്റ് ഐഡിയോളജി എന്ന് പറയുന്നത്. People consume entertainment not to question society but to escape reality temporarily. നമ്മൾ എൻ്റർടൈൻമെൻറ്റ് എന്തുകൊണ്ടാണ് കൺസ്യൂം ചെയ്യുന്നത്? സൊസൈറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ഈ റിയാലിറ്റിയിൽ നിന്നൊന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി, ഒരു ഫോർ എ ടെമ്പററി മൊമെൻറ്റ്, അത്രേ ഉള്ളൂ. അതിന് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിനെ പറ്റി നമ്മൾ കൂടുതൽ ചിന്തിക്കുകയോ അതിനെ കൂടുതൽ അനലൈസ് ചെയ്യുകയോ ക്രിട്ടിസൈസ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. Culture industry reinforces the status quo by promoting passivity and distraction. അപ്പോൾ കൾച്ചർ ഇൻഡസ്ട്രി എന്താ ചെയ്യുന്നത്? ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയെ അങ്ങനെ തന്നെ റീഇൻഫോഴ്സ് ചെയ്ത് വിടുകയാണ്. പ്രൊമോട്ടിങ് പാസിവിറ്റി. അപ്പോൾ ഓഡിയൻസ് എപ്പോഴും പാസീവായിട്ട് തന്നെ ഇരിക്കുന്നു, ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. അവർക്ക് ഏതാണെന്ന് അറിയാനായിട്ട് പറ്റുന്നില്ല. സോ ആർട്ട് വേഴ്സസ് കൾച്ചർ ഇൻഡസ്ട്രി. സോ ട്രൂ ആർട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഓട്ടോണോമസ് ആണ്, ഡിഫിക്കൾട്ടാണ് ആൻഡ് കേപ്പബിൾ ഓഫ് ക്രിട്ടിക്കൽ തോട്ട്. നമുക്ക് കൂടുതൽ ചിന്തിക്കാൻ പറ്റുന്നതാണ്. കൾച്ചറൽ കമ്മോഡിറ്റീസ് ലൈക്ക് ഇപ്പോൾ TV ഷോസ് ആൻഡ് പോപ്പ് സോങ്സ് ഒക്കെ വളരെ ഈസി, പ്ലസൻറ്റ് ആൻഡ് ഡിസൈൻ ഫോർ കൺസംഷൻ എന്നുള്ള രീതിയിലാണ് ശരിക്കും ഇപ്പോഴത്തെ കൾച്ചറൽ കമ്മോഡിറ്റീസ് പറയുന്നത്. ദ ഫങ്ഷൻ ഓഫ് ദ ആർട്ട് എന്ന് പറയുന്നത് ഇസ് ടു പ്രൊവോക്ക് റിഫ്ലക്ഷൻ. നമുക്ക് ചിന്തിക്കാൻ പറ്റണം, റിലേറ്റ് ചെയ്യാൻ പറ്റണം. വെൽ ദ ഫങ്ഷൻ ഓഫ് കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇസ് ടു ഡൾ ദ ക്രിട്ടിക്കൽ എബിലിറ്റിയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ എബിലിറ്റി ഉണ്ടെങ്കിൽ തന്നെ അതിനെ കുറയ്ക്കുന്ന രീതിയിലാണ് കൾച്ചർ ഇൻഡസ്ട്രി ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എൻ്റർടൈൻമെൻറ്റ് ആസ് എക്സ്റ്റൻഷൻ ഓഫ് വർക്ക്. ഇപ്പോൾ ലെഷർ ടൈം അണ്ടർ ക്യാപിറ്റലിസം ഇസ് നോട്ട് റിയൽ ഫ്രീഡം, ഇറ്റ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ലേബർ. അപ്പോൾ ക്യാപിറ്റലിസത്തിൽ എൻ്റെ കീഴിലുള്ള ആ ഒരു ലെഷർ ടൈം എന്ന് പറയുന്നത് ശരിക്കും അതൊരു റിയൽ ഫ്രീഡം അല്ല. അവിടെയും ഇറ്റ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ലേബർ. അതായത് കുറേ മറ്റുള്ളവരുടെ ആ ഒരു പ്ലാൻ അനുസരിച്ച് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്നു, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണുന്നു. പക്ഷെ അങ്ങനല്ല. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളിപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞോ അറിയാതെ. So people are encouraged to relax through mass entertainment, but it merely recharges them to return to work. നമ്മൾ റിലാക്സ് ചെയ്യുകയാണെന്ന് വിചാരിക്കും ഈ മാസ് എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട്, പക്ഷേ നമ്മൾ വീണ്ടും റീചാർജ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു റിലാക്സേഷൻ, ഒരു കാംനെസ് അല്ല കിട്ടുന്നത്. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും ആ പഴയ അവസ്ഥയിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ആ ഒരു വർക്കിലേക്ക് റിട്ടേൺ ചെയ്യുക എന്നുള്ളത്. സെൻസ് സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ കൺസംഷൻ കണ്ടിന്യൂസ് അൺചാലഞ്ച്ഡ്. അപ്പോൾ ഇതിനെ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സിസ്റ്റത്തിനെ, ഈ ഒരു കൺസംഷനെ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. മിത്ത് ഓഫ് കൺസ്യൂമർ ഫ്രീഡം. കൾച്ചർ ഇൻഡസ്ട്രി പ്രിറ്റൻസ് ടു ഓഫർ ചോയ്സ്. നമുക്ക് ചോയ്സ് തരുന്നു എന്ന് നമ്മൾ വിചാരിക്കും, ഡിഫറെൻറ്റ് പ്രോഡക്ട്സ്, ജാൻറേഴ്സ്, ബ്രാൻഡ്സ്. പക്ഷേ എല്ലാ ചോയ്സസും സൂപ്പർഫിഷ്യലാണ്, അങ്ങനെ ഇല്ല, എല്ലാം ഒന്ന് തന്നെ. സോ ട്രൂ ഫ്രീഡം ഇസ് റീപ്ലേസ്ഡ് ബൈ ഫ്രീഡം ടു ചൂസ് വാട്ട് ഈസ് ഓൾവേസ് ദ സെയിം. എപ്പോഴും ഒരുപോലെ ആയിട്ടിരിക്കുന്ന കാര്യങ്ങളെ തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ് ഗീവ്സ് ഫോൾസ് ഹാപ്പിനെസ്. അതാണ് അടുത്തത്. കൾച്ചർ ഇൻഡസ്ട്രി പ്രൊഡ്യൂസസ് ഫോൾസ് നീഡ്സ് ആൻഡ് ഇല്യൂഷണറി ഹാപ്പിനെസ്. നമുക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ പലതും വാങ്ങിക്കൂട്ടുന്നത്. നമുക്ക് അതിന് ചിലപ്പോൾ സന്തോഷം കിട്ടുന്നാലും ആ ഒരു സന്തോഷം വെറും ഇല്യൂഷൻ മാത്രമാണ്. People think they are satisfied, but their desires are shaped by the system. So this keeps them from recognizing their real social and economic conditions. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, രീതികൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നില്ല. എക്കണോമിക് കണ്ടീഷൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. So the role of technology. I don't know acknowledges technology's role in producing and distributing culture on a mass scale. മൊത്തത്തിലൊരു മാസ് ഓഡിയൻസിനെ ഉദ്ദേശിച്ച് തന്നെയാണ് ഈ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിൽ ടെക്നോളജിയുടെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗവർ ഹി ഇൻസിസ്റ്റ് ദ പ്രോബ്ലം ഇസ് നോട്ട് ടെക്നോളജി ഇറ്റ് സെൽഫ്. ടെക്നോളജിയുടെ പ്രശ്നമല്ല, അത് മാത്രമല്ല, ബട്ട് ദ ക്യാപിറ്റലിസ്റ്റ് യൂസ് ഓഫ് ടെക്നോളജി. ആ ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കുന്നു. ദ ഐഡിയ ബിഹൈൻഡ് ദാറ്റ് ടെക്നോളജി ഈസ് ക്യാപിറ്റലിസം.
However, he insists the problem is not technology itself, but the capitalist use of technology. The capitalist use of technology for profit and control. പ്രോഫിറ്റിന് വേണ്ടിയിട്ടും ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ടെക്നോളജി ഉപയോഗിക്കുന്നത് ക്യാപിറ്റലിസം ഐഡിയൽസ് വെച്ചിട്ടാണ്. The critical tone and purpose. Adorno aims to reassert the danger of the culture industry in shaping consciousness. ഈ കൾച്ചർ ഇൻഡസ്ട്രി എന്താണെന്നുള്ളത്, അതിൻ്റെ ഡേഞ്ചർ എന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരികയാണ്. റിജക്ട് ഒപ്റ്റിമിസ്റ്റിക് വ്യൂസ് ദാറ്റ് മാസ് കൾച്ചർ ക്യാൻ ഡെമോക്രറ്റൈസ് ആർട്ട്. അദ്ദേഹത്തിനൊരു ഒപ്റ്റിമിസ്റ്റിക് വ്യൂ ഇല്ല, കാരണം മാസ് കൾച്ചറിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ളത്, ആർട്ടിന് ആ ഒരു പഴയ വാല്യൂ കിട്ടും എന്നുള്ളത് ഇല്ല. Instead, he wants that it creates uniformity, passivity and dependence. ഓക്കെ, ഇതിനകത്ത് ചില കീ കോഡ്സ് നമ്മൾ ഓർത്തിരിക്കണം. അതായത് ദ ടേം കൾച്ചർ ഇൻഡസ്ട്രി വാസ് ചൂസൺ ടു റീപ്ലേസ് മാസ് കൾച്ചർ ടു എംഫസൈസ് ദ ഇൻഡസ്ട്രിയൽ നേച്ചർ ഓഫ് ഇറ്റ്സ് പ്രൊഡക്ഷൻ. All mass culture is identical and the contours of its similarity are becoming more pronounced. Amusement under late capitalism is a prolongation of work. The culture industry perpetually cheats its consumers of what it perpetually promises. Relevance in literary and cultural theory. So, ഒരു ഫൗണ്ടേഷണൽ essay ആയിരുന്നു ഇത് for Frankfurt School Critical Theory, and it influenced media studies, culture studies and Marxist criticism, and it anticipates later debates on consumer culture ideology and popular media manipulation. So that's all about Theodore W. Adorno's Culture Industry Reconsidered. Next, Stuart Hall's Encoding Decoding from Culture, Media, Language, 1980. So this essay is one of the most influential texts in media and culture studies. ഇവിടെ ഹാൾ ചലഞ്ച് ചെയ്യുന്ന നമ്മുടെ ഒരു ട്രഡീഷണൽ ഐഡിയ ഉണ്ട്. അതായത് മെസ്സേജസ്, മീഡിയ മെസ്സേജസ്, ദേ ആർ സിംപ്ലി സെൻഡ് ബൈ പ്രൊഡ്യൂസേഴ്സ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നു, അത് ഓഡിയൻസ് പാസീവ്ലി അത് റിസീവ് ചെയ്യുന്നു. So instead, he arguments that communication is a complex process ആണ്. ജസ്റ്റ് സെൻഡിങ് ആൻഡ് റിസീവിങ് എന്നുള്ളത് മാത്രമല്ല, ഇറ്റ്സ് എ കോംപ്ലെക്സ് പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ, സർക്കുലേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. പ്രൊഡ്യൂസ് ചെയ്യുന്നു, പിന്നെ അത് സർക്കുലേറ്റ് ചെയ്യുന്നു, എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, പിന്നെ അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ. അങ്ങനെ ഒരു പ്രോസസ്സ്, ഒരു കോംപ്ലെക്സ് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. സോ ഇതിൻ്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു ദ എൻകോഡിംഗ് ഡീകോഡിംഗ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ, മീഡിയ പ്രൊഡ്യൂസേഴ്സ് എൻകോഡ് മെസ്സേജസ് ഫ്രം പർട്ടിക്കുലർ മീനിങ്സ് വിത്ത് പർട്ടിക്കുലർ മീനിങ്സ്. അതായത് മീഡിയ പ്രൊഡ്യൂസേഴ്സിന് മനസ്സിൽ ഒരു ഉദ്ദേശം കാണും, ഇന്ന ഒരു മെസ്സേജ് ആൾക്കാരിലേക്ക് എത്തിക്കണം, ആ ഒരു രീതിയിൽ വെച്ചിട്ട് അവർ എൻകോഡ് ചെയ്യുന്നു, എന്നിട്ട് ഓഡിയൻസ് അത് ഡീകോഡ് ചെയ്യുന്നു. ഡീകോഡിങ് ദിസ് മെസ്സേജസ് വെൻ ദേ ഇൻ്റർപ്രറ്റ് ദം. ഇനി ഈ ഒരു ഇൻ്റർപ്രിട്ടേഷനിൽ തന്നെ പലതും ചിലപ്പോൾ പല രീതിയിലായിരിക്കും ഇൻ്റർപ്രറ്റ് ചെയ്തെന്ന് വരിക. അപ്പം ഓഡിയൻസ് അത് ഡീകോഡ് ചെയ്യുന്ന രീതിയും ചിലപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഉദ്ദേശിച്ചത് തന്നെ ആവണം എന്നില്ല. സോ ദ മീനിങ് ഇസ് നോട്ട് ഫിക്സ്ഡ്. ഓഡിയൻസസ് മേ ഇൻ്റർപ്രറ്റ് മെസ്സേജസ് ഡിഫറെൻ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഐഡിയോളജി, എക്സ്പീരിയൻസസ് ഒക്കെ അനുസരിച്ച് പ്രൊഡ്യൂസർ ഉദ്ദേശിക്കുന്ന മീനിങ്ങിൽ തന്നെ ഓഡിയൻസസ് അത് റിസീവ് ചെയ്യണം എന്നില്ല. സോ ദസ് കമ്മ്യൂണിക്കേഷൻ ഇസ് നോട്ട് ലീനിയർ, ഒരു ലൈൻ പോലെ പോകുന്നതല്ല, പക്ഷേ അത് ഇൻട്രാക്റ്റീവാണ്. ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നു. Hall's communication model can be divided into 4 stages: production, circulation, use. യൂസ് എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ ഉണ്ട്, ദെൻ റീപ്രൊഡക്ഷൻ. അപ്പോൾ ഇത്രയും 4 സ്റ്റേജസ് ആണ് ഈ ഒരു പ്രോസസ്സിലുള്ളത്. സോ പ്രൊഡക്ഷനിൽ വരുമ്പോഴേക്കും മീഡിയ പ്രൊഡ്യൂസേഴ്സ് ക്രിയേറ്റ് ദ മീനിങ്. സോ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്സ്, ഐഡിയോളജി ആൻഡ് ടെക്നിക്കൽ കോഡ്സ്. സോ പ്രൊഡ്യൂസേഴ്സ് എൻകോഡ് പ്രിഫേർഡ് മീനിങ്സ് ഇൻ ടു ദ മെസ്സേജ്. അവരുദ്ദേശിക്കുന്ന ഒരു അർത്ഥം ആ മെസ്സേജിലേക്ക് കൺവേ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ന്യൂസ് ചാനൽ പ്രസൻറ്റിങ് ഒരു പ്രൊട്ടസ്റ്റ് പ്രസൻറ്റ് ചെയ്യാണ് ആസ് ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ആയിട്ടാണ് ന്യൂസ് ചാനൽ അത് പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷെ ആളുകൾ അതിനെ എങ്ങനെ എടുക്കുന്നു, അല്ലെങ്കിൽ പൊളിറ്റിക്സുകാർ അതിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ള പലർക്കും പല അർത്ഥമായിരിക്കും, അർത്ഥതലങ്ങൾ വരും. ഓക്കെ, സെക്കൻഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് സർക്കുലേഷനാണ്. അതായത് മെസ്സേജസ്
ട്രാൻസ്മിറ്റഡ് ത്രൂ മീഡിയ ഫോംസ്. ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ അതൊരു ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ ആയിരിക്കാം, സോഷ്യൽ മീഡിയ വീഡിയോ ആയിരിക്കാം. സോ ആ ഒരു ഫോം ഓഫ് മെസ്സേജ് അത് വിഷ്വൽ ആണോ, ഓഡിയോ ആണോ, ലാംഗ്വേജ് ആണോ എന്നുള്ളതും അഫക്റ്റ് ചെയ്യും ഹൗ ഇറ്റ് ഈസ് ഇൻ്റർപ്രറ്റഡ് ബൈ ദി പീപ്പിൾ. പിന്നെ ഇതിൻ്റെ യൂസ് പറയുമ്പോൾ ഓഡിയൻസ് റിസീവ് ആൻഡ് ഇൻ്റർപ്രറ്റ് ദ മെസ്സേജ് അല്ലേ. അപ്പോൾ ഹവർ ഈ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ അവരുടെ ക്ലാസ്, അവരുടെ കൾച്ചർ, എഡ്യൂക്കേഷൻ, അതുപോലെ പൊളിറ്റിക്കൽ ബിലീവ്സ്, പിന്നെ പേഴ്സണൽ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കും. ഇവിടെ ഓഡിയൻസ് ആക്റ്റീവ് അല്ല, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പാസീവാണ്. നമ്മൾ തിയഡോ ഡബ്ല്യു അഡോണോയുടെ കേസിലും ഈ ഒരു പാസീവ് കൺസ്യൂമേഴ്സിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റീപ്രൊഡക്ഷനാണ്. അതായത് ആഫ്റ്റർ ഡീകോഡിങ് ദ മെസ്സേജ് ഓഡിയൻസ് മേ ആക്ട് അപ്പോൺ ഇറ്റ്. മെസ്സേജ് മനസ്സിലായി കഴിഞ്ഞാൽ ഓഡിയൻസ് അതിനനുസരിച്ച് പ്രതികരിക്കും. ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ ആ ന്യൂസ് ഷെയർ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുമായിരിക്കാം, അല്ലെങ്കിൽ അവരിലുണ്ടായിരുന്ന ഒരു ആറ്റിറ്റ്യൂഡിന് ചിലപ്പോൾ മാറ്റം വരാം, ചിലപ്പോൾ അതിനെ റിജക്റ്റ് ചെയ്യാനിരിക്കാം. സോ മീനിങ് ഈസ് ദെയർഫോർ പ്രൊഡ്യൂസ്ഡ് അഗൈൻ ഇൻ സൊസൈറ്റി. ഓൾറെഡി മീനിങ് ക്രിയേറ്റ് ചെയ്ത് ആൾക്കാരിലേക്ക് സെൻഡ് ചെയ്തു, പക്ഷേ ആ സൊസൈറ്റിയിൽ എത്തിയതിന് ശേഷം അവിടെ വീണ്ടും മീനിങ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 3 വിധത്തിലുള്ള റീഡിങ് പൊസിഷൻസ് ഉണ്ട്. 3 പൊസിഷൻസ് ഓഫ് ഡീകോഡിങ്. ഫസ്റ്റ് ഓഫ് ഓൾ ഡോമിനൻറ്റ് ഓർ പ്രിഫേർഡ് റീഡിങ്. ഡോമിനൻറ്റ്, ഹെജുമണിക് എന്നും ആ ഒരു ടേം പറയും. സോ ഇവിടെ ദ ഓഡിയൻസ് അക്സെപ്റ്റ്സ് ദ ഇൻറ്റൻഡഡ് മീനിങ് ഓഫ് ദ മെസ്സേജ്. ആ മെസ്സേജിന് നേരത്തെ തന്നെ പ്രൊഡ്യൂസേഴ്സ് ഉദ്ദേശിച്ച ഒരു ഇൻറ്റൻഡഡ് മീനിങ് ഉണ്ടല്ലോ, അത് അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ പറയുകയാണ് ഒരു പ്രൊട്ടസ്റ്റ് ഭയങ്കരമായിട്ട് അപകടകരമാവും, ഇറ്റ്സ് ഡേഞ്ചറസ് എന്ന് കാണിക്കുകയാണെങ്കിൽ ദ വ്യൂവേഴ്സ് ബിലീവ്സ് ഇറ്റ് ഫുള്ളി. വ്യൂവേഴ്സ് അത് മനസ്സിലാക്കി അത് അക്സെപ്റ്റ് ചെയ്തു. സോ ദ ഓഡിയൻസ് ഷെയർസ് ദ ഐഡിയോളജി ഓഫ് ദ പ്രൊഡ്യൂസർ എന്താണോ ഉദ്ദേശിച്ചത് അത് ഓഡിയൻസിന് മനസ്സിലായി. സെക്കൻഡ് എന്ന് പറയുന്നത് നെഗോഷിയേറ്റഡ് റീഡിങ്. അതായത് ഇവിടെ ഓഡിയൻസ് പാർട്ട്ലി അക്സെപ്റ്റ്സ് ആൻഡ് പാർട്ട്ലി റെസിസ്റ്റ് ദ മെസ്സേജ്. പകുതി അംഗീകരിക്കും, പകുതി അംഗീകരിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വ്യൂവർ മേ അഗ്രി ദാറ്റ് പ്രൊട്ടസ്റ്റ് കോസ്റ്റ് പ്രോബ്ലംസ്. ഒരു വ്യൂവർ അഗ്രി ചെയ്യും, ഈ പറഞ്ഞ പ്രൊട്ടസ്റ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, പക്ഷേ ബട്ട് സ്റ്റിൽ സപ്പോർട്ട് ദ പ്രൊട്ടസ്റ്റേഴ്സ് കോസ്. പ്രൊട്ടസ്റ്റ് ചെയ്തതിനൊരു കാരണമുണ്ട്, അത് നീതിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അതിനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പകുതി 50-50 ആണ് അവിടെ ആ ഒരു നെഗോഷിയേറ്റഡിൽ പറയുന്നത്. ഇവിടെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് എഗ്രിമെൻറ്റ് ആൻഡ് റെസിസ്റ്റൻസ്. പ്രൊട്ടസ്റ്റ് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, പക്ഷേ ആ ഒരു പ്രൊട്ടസ്റ്റ് നടക്കാനുള്ള കാരണമുണ്ട്, അത് ഒരിക്കലും വിട്ടുകളയാൻ പറ്റില്ല. ഇനി മൂന്നാമത്തേത് ഒപ്പോസിഷണൽ റീഡിംഗ് ആണ്. സോ ദ ഓഡിയൻസ് കംപ്ലീറ്റ്ലി റിജക്ട്സ് ദ എൻകോഡഡ് മീനിങ്. ഇവിടെ എന്താണോ ആ ഒരു എൻകോഡഡ് മീനിങ് അതിനെ മൊത്തത്തിൽ അതിനെ തഴയുകയാണ്. ഫോർ എക്സാമ്പിൾ ഇഫ് മീഡിയ ഡിസ്ക്രൈബ്സ് ഒരു പ്രൊട്ടസ്റ്റിനെ നെഗറ്റീവായിട്ട് കാണുകയാണെങ്കിൽ ദ വ്യൂവർ ഇൻ്റർപ്രറ്റ്സ് ഇറ്റ് ആസ് എ ലെജിറ്റിമേറ്റ് സ്ട്രഗിൾ അഗൈൻസ്റ്റ് ഇൻജസ്റ്റിസ്. അതായത് അത് നടക്കാനേ പാടില്ല എന്നുള്ളതാണ്. സോ ദ ഓഡിയൻസ് ഡീകോഡ്സ് ദ മെസ്സേജ് ഇൻ എ കോൺട്രറി ഐഡിയോളജിക്കൽ ഫ്രെയിംവർക്ക്. അതായത് ആ ഒരു പ്രൊട്ടസ്റ്റ് നെഗറ്റീവായിട്ട് പറഞ്ഞാലും ന്യൂസ് റിപ്പോർട്ടറിൽ കാണിച്ചാലും എന്താണ് അതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്, അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അത് ടോട്ടലി റിജക്റ്റ് ചെയ്യാണ് ആ ഒരു മീനിങ്ങിന്. സോ ഇതിൻ്റെ ഈ ഒരു എസ്സേയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഓഡിയൻസ് പാസീവ് റിസീവേഴ്സ് ആണെന്നായിരുന്നു ഒരു തിയറി പറഞ്ഞുകൊണ്ടിരുന്നത്. ഓഡിയൻസ് വെയർ ഓഫൺ സീൻ ആസ് പാസീവ് റിസീവേഴ്സ്. അപ്പോൾ ഹാൾ പറയുന്നത് അങ്ങനെയല്ല, ഓഡിയൻസും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. മീഡിയ എന്ത് പറയുന്നു എന്നുള്ളത് അവരുടേതായിട്ടുള്ള പുതിയ ഇൻ്റർപ്രിട്ടേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പോയിൻ്റ്, മീനിങ് ഇസ് നോട്ട് ഫിക്സ്ഡ്. മീനിങ് ഒരിക്കലും അത് പ്രൊഡ്യൂസർ പറയുന്ന അനുസരിച്ചല്ല, ഡിറ്റർമിൻഡ് അല്ല. ഇറ്റ് ക്രിയേറ്റഡ് ത്രൂ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ടെക്സ്റ്റ് ആൻഡ് ദ ഓഡിയൻസ്. ആ മെസ്സേജ് കിട്ടിയതിന് ശേഷം പുതിയ മീനിങ്സ് ഉണ്ടാകുന്നുണ്ട്. മൂന്നാമത്തെ പോയിൻ്റ്, മീഡിയ എന്ന് പറയുന്ന ഐഡിയോളജിക്കലാണ്. ഇറ്റ്സ് ഓഫൺ ഒരുപാട് കൾച്ചറൽ ഐഡിയോളജീസ് ചേർന്ന് ഡോമിനൻ്റ് ആയിട്ടുള്ളതാണ്. സോ എൻകോഡിങ് റിഫ്ലെക്ട്സ് പവർ റിലേഷൻസ് ഇൻ സൊസൈറ്റി. ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ കീ കോൺസെപ്റ്റ്സ് നമ്മൾ ഓർത്തിരിക്കണം.